ഹലോ ഗൈസ്, ഡേ 32 ആണ്. ഞാൻ ഇത്രയും തളരാൻ കാരണം വേറൊന്നുമല്ല, കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഹില്ല് ഓടണമെന്ന്. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മരക്കുളം ആറ്റ് സൈഡിലോട്ട് വെച്ച് പിടിച്ചു. വളവും തിരിവുള്ളൊരു കുത്ത് കയറ്റമായിരുന്നു. 5 റൗണ്ട് ഓടിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് നേരെ അക്കുടൻ്റെ മണ്ണിലോട്ട് ചാടി ഇറങ്ങി. താഴെ 6 ആയതുകൊണ്ട് അക്കുടൻ്റെ മുകളിൽ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഇവിടെ വരാറുണ്ട്. അങ്ങനെ അക്കുടൻ്റെ മുകളിലാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വർക്കൗട്ട്. വീതുകാലാണെന്ന് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് വീതുകാല് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് ഫൂട്ട് വർക്കിൻ്റെ സെക്ഷനായിരുന്നു. ഫൂട്ട് വർക്ക് ഇമ്പ്രൂവ് ആകാനുള്ളൊരു വർക്കൗട്ട് 5 മിനിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് ബർഫിയിലേക്കാണ്. ബർഫി 20 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അക്കുടൻ്റെ മുകളിലായതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വീഴുമെന്ന്. എന്നാലും 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് ബർഫി കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് ലെഗിനുള്ളൊരു വർക്കൗട്ടിലേക്കാണ്. പിസ്റ്റൽ സ്ക്വാട്ടാണ് ചെയ്തത്. അത് 10 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്തത്. 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് പിസ്റ്റൽ സ്ക്വാട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയതൊരു പുഷപ്പിലേക്കാണ്. ജമ്പിങ് ക്ലാപ്പ് പുഷപ്പാണ് ചെയ്തത്. അത് 10 കൗണ്ടേ ചെയ്തുള്ളൂ. 10 കൗണ്ട് ചെയ്ത് ജമ്പിങ് ക്ലാപ്പ് പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് തമ്പ് ഉപയോഗിച്ചുള്ള പുഷപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നേരെ ബാക്ക് ബെൻഡിലേക്ക് പോയി ബാക്ക് ബെൻഡിൽ നിന്ന് പുഷപ്പ് അടിക്കാൻ ട്രൈ ചെയ്തു. പിന്നെ വിചാരിച്ചു ഇത്രയും കിടില സ്പോട്ട് കിട്ടിയിട്ട് യോഗ പോസൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്ങനെ കുറച്ച് യോഗ പോസൊക്കെ ചെയ്ത് നോക്കി. എൽ സിറ്റ് ചെയ്ത് നോക്കി. ക്രോ പോസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നേരെ അക്കുടൻ്റെ മുകളിലൊരു തിട്ടയുണ്ട്. ആ തിട്ടയുടെ മുകളിലോട്ട് ചാടി കയറിയിട്ട് സിംഗിൾ ലെഗ് ടക്ക് ജമ്പ് ചാടി നോക്കി. നല്ല തെറ്റലായതുകൊണ്ട് ഒരുപാട് നേരം ചാടാൻ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് സ്റ്റാൻഡും ഹെഡ് സ്റ്റാൻഡും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അയച്ചിട്ട് താഴെ ആറ്റിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നേരെ ആറ്റിൻ്റെ സൈഡിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ ഒരു മുളങ്കാടിൻ്റെ അടുത്ത് 2 കല്ലുണ്ടായിരുന്നു. ആ കല്ലിൻ്റെ മുകളിൽ സപ്പാട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് സപ്പാട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ കല്ല് അങ്ങനെ വെറുതെ ഇടാൻ തോന്നിയില്ല. കല്ലിനെ കൊണ്ട് വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ മുകളിൽ നക്കിൾ എൽസിറ്റോട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുംഫുവിലൊക്കെ മെയിനായിട്ട് ഹാൻഡ് കണ്ടീഷൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. അങ്ങനെ കുറച്ച് ഹാൻഡ് കണ്ടീഷൻ ചെയ്തു. അതിനുശേഷം നേരെ പോയത് കിക്കിലേക്കാണ്. റൗണ്ടോസ് ആണ് ചെയ്തത്. റൗണ്ടോസ് മുളയിലടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയത് നേരെ പഞ്ചിങ് പവർ കൂടാനുള്ളൊരു വർക്കൗട്ടിലേക്കാണ്. കുറേ സ്റ്റോൺ എടുത്ത് ത്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തുള്ളൊരു മരത്തിൽ ചാടി കയറി കുറച്ച് പുഷപ്പ് അടിച്ചു. കുറച്ച് നേരം നോർമൽ സ്ക്വാട്ടും ചെയ്തു. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ യോഗ സെക്ഷനിലേക്കായിരുന്നു. മരത്തിൽ ഇരുന്നുകൊണ്ട് കുറച്ച് യോഗ പോസൊക്കെ ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.